നേരം കേട്ടുകൊണ്ടിരുന്നത് ശരിക്കും ഈ ക്രിസ്ത്യാനിറ്റിയിലെ ഇന്നും ആളുകൾക്ക് പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. നമ്മൾ പ്രവൃത്തി അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഒരു വലിയ തെറ്റാണ്, പ്രവൃത്തി വേണ്ട എന്നാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഫെയ്ത്ത് നമ്മൾ എംഫസൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്വാഭാവികമായ ശക്തി കൊണ്ട് കഴിയുന്നതല്ല സുവിശേഷത്തിന്റെ നീതി എന്നുള്ളത് കൊണ്ടും അത് ക്രിസ്തുവിലൂടെ മാത്രമേ നടക്കുമുള്ള നമ്മുടെ ഗതികേടാണ്. അതായത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ ശരീരത്തിന്റെ ബലഹീനത. അതുകൊണ്ട് ഈ നീതി നമ്മുടെ ശരീരത്തിൽ നടപ്പാകാത്തത് കൊണ്ടാണ് നമ്മൾ കർത്താവിലേക്ക് നോക്കുന്നത്. ആ നീതിക്ക് വേണ്ടിയുള്ള ദാഹമാണ് നമ്മളെ കർത്താവിലേക്ക് നോക്കുമാറാക്കുന്നത്. അതുകൊണ്ട് പ്രവൃത്തി വേണ്ടാത്തത് കൊണ്ടല്ല, പ്രവൃത്തി അത്യാവശ്യമായതുകൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ പോരാതെ വരുന്നത് കൊണ്ടുമാണ് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്ന എപ്പോഴും മനുഷ്യന്റെ പരിമിതികൾക്ക് അപ്പുറത്ത് വരുമ്പോഴാണ്. അതുപോലെ നീതിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത് നീതി കർത്താവ് വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ദൈവം എന്നെ കൊണ്ട് ഇത് സാധിപ്പിക്കുമെന്നും ആ നീതിക്ക് വേണ്ടി ഞെരങ്ങുവാൻ ദൈവം എന്നെ ആ ഒരു വഴിയിലേക്ക് എന്നെ നടത്തുമെന്നുമുള്ള എൻ്റെ ബോധ്യമാണ് ശരിക്കും ഈ നീതിയുടെ ആധാരം. അപ്പോൾ ശരിക്കും പ്രവൃത്തി വേണ്ട എന്നുള്ളതല്ല, പ്രവൃത്തിയുടെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് അതിന് കാരണം. അപ്പോൾ എങ്ങനെയാണ് ഈ വിശ്വാസം നീതിയായി മാറുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് വളരെ ചുരുങ്ങിയ നിമിഷത്തിൽ പ്രിയ സഹോദരൻ ഇപ്പോൾ നമ്മോട് സംസാരിച്ചു. ഞാൻ ഇന്ന് രാവിലെ എല്ലാം ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഇതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പം അന്ന് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ഈ ലോകത്തു നിന്ന് മടങ്ങി പോകാൻ നേരത്ത് നമ്മെ ഏൽപ്പിച്ച ഒരു കൃപാധനത്തിന്റെ വിനിയോഗത്തെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കൃപാധനത്തിന്റെ വിനിയോഗം എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് അതിന്റെ മോട്ടീവ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇന്ന് സംസാരിച്ച വചനവുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വെക്കുന്നത്. നിത്യതയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നമ്മൾ അനുദിന ജീവിതം കമ്പോസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ലിവ് അവർ എവറിഡേ ലൈഫ് ഇൻ ദ ഇറ്റേണിറ്റി പെർസ്പെക്റ്റീവ്. നിത്യജീവന്റെ ആ പെർസ്പെക്റ്റീവിൽ, ആ കാഴ്ചപ്പാടിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അടുത്ത് പറയുന്നത് അത് ഒരു നിത്യതയുടെ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ്. നിത്യതയുടെ പെർസ്പെക്റ്റീവ് ഇതാണ്: പുത്രനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടും. അത് അവകാശത്തെക്കുറിച്ച് പറയുമ്പോഴും റോമാലേഖനത്തിൽ പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കാത്തിരിപ്പിന്റെ ഒരു പ്രധാന ഭാഗം ഈ പ്രത്യാശയായിരിക്കും. പ്രത്യാശ നമ്മളെ വിശുദ്ധീകരിക്കുമെന്ന് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ കാണാനിടയായി. ഈ പ്രത്യാശയുള്ളവരെല്ലാം കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയും നമ്മുടെ ഇവിടുത്തെ ലൈഫും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ദൈവത്തിന്റെ നീതി ഒരു നിത്യതയുടെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോഴേക്കും അതിനൊരു ഒരു ഒരു മെറ്റാമോർഫോസിസ്, ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. അതായത് നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ നീതിയെ എങ്ങനെ കാണും? നമ്മൾ ഇത്രയും നേരം അജേഷ് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിന്റെ ഒരു ഡയമെൻഷനാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നീതിയും നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ, ഇപ്പോൾ കർത്താവ് നമുക്ക് നിത്യതയുടെ പെർസ്പെക്റ്റീവ്, ആ കാഴ്ചപ്പാട് തുറന്നു തന്നത് ഈ വലിയ നീതിയിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ്. ആ നീതിക്ക് ചില മനോഹരമായ ചില വശങ്ങളുണ്ട്. ഈ നിത്യത എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് സംതിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു റിസീവ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. ഇറ്റ്സ് അബൌട്ട് വാട്ട് യു എക്സ്പീരിയൻസ് നൗ. Eternity is not something that you are going to embrace. You are in eternity by faith. വിശ്വാസത്താൽ നമ്മൾ നിത്യതയിൽ തന്നെയാണ്, ജീവനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ശാരീരികമായി നമ്മൾ ഇപ്പോഴും ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാനുണ്ട്. ഓക്കെ. അപ്പൊ ശാരീരികമായിട്ട് നമ്മൾ നിത്യതയിലില്ല, നമ്മൾ ഇവിടെ തന്നെയാണ്. എന്നാൽ നിത്യത എന്ന തത്വം
എറ്റേണിറ്റി എന്ന പെർസ്പെക്റ്റീവ്, ആ റിയാലിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഒരു വിശ്വാസി എപ്പോഴും ജീവിക്കുന്നത്. കാരണം എവറി ടൈം ഹീസ് ആങ്കേർഡ് ബൈ ദാറ്റ് ഡിവൈൻ ഹോപ്പ്. അവനെ നിത്യതയുമായിട്ട് ആങ്കർ ചെയ്ത് നിർത്തുന്ന, നങ്കൂരമിട്ട് നിർത്തുന്ന ഒരു ഫെയ്ത്ത് എല്ലാ വിശ്വാസിയുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ നിത്യതയുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് കാണാൻ 2 കൊരിന്ത്യർ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന ആണ് നമുക്ക് നൽകുന്നത്. 2 കൊരിന്ത്യർ ലേഖനം നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അതിൽ അനേകം വാക്യങ്ങൾ നമുക്ക് നിത്യതയെ സംബന്ധിക്കുന്നതായിട്ടുണ്ട്. പ്രത്യേകിച്ചും 3ഉം 4ഉം അധ്യായങ്ങൾ 3ഉം 4ഉം അധ്യായങ്ങൾ നമ്മൾ ആ നിത്യതയുടെ പെർസ്പെക്റ്റീവിനെ വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. 3ആം അധ്യായത്തിൽ പറയുന്നത് വരാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ചാണ്. പുതിയ ഉടമ്പടിയുടെ തേജസ്. ആ പുതിയ ഉടമ്പടിയുടെ തേജസ്സിനെ കുറിച്ച് പറയുന്നത് അത് നമ്മിൽ ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയും ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക പ്രവൃത്തിയാണ്. ഓക്കെ, 12ാം വാക്യത്തിൽ പറയുന്നത്, ഈ വിധം പ്രത്യാശയുള്ളവരെ ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഇനി 4ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. അതായത് ഈ ലോകത്തിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ സന്തോഷിക്കുന്നത്? എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ ജീവിക്കുന്നത്? അത് ഈ നശിച്ചു പോകുന്നവരെ സംബന്ധിച്ച് മറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയുണ്ട്. ഇവിടെ കുരുടന്മാരായ ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ച ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്നാണ് 6ാം വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും പറയുന്നത്. അപ്പം ഈ 3ഉം 4ഉം വാക്യങ്ങളുടെ ഒരു ടോട്ടൽ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ തേജസ് വെളിപ്പെട്ടു വരുന്നത് അത് അവിശ്വാസികൾക്ക് വെളിപ്പെടാതെ അത് വിശ്വാസികൾക്ക്, അതായത് ആ നിത്യത തൊട്ടവർക്ക്, നിത്യത അറിഞ്ഞവർക്ക്, നിത്യമായ തേജസ്സിന്റെ ദർശനമുണ്ടായവർക്ക്, കർത്താവ് അത് വെച്ച് വിളിച്ചവർക്ക്, അവർക്ക് എന്ത് ലഭിക്കുന്നു? ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ലോകം മുഴുവൻ ഇരുട്ടായിരിക്കുമ്പോൾ, എറ്റേണിറ്റിയെ കുറിച്ച് കാണാതിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ആ നിത്യതയുടെ പ്രകാശം ദൈവം അടിച്ചിരിക്കുന്നു എന്നാണ് പരിജ്ഞാനം. സ്പീക്കിംഗ് അബൌട്ട് the knowledge of the glory of God, the light of the knowledge of the glory of God. ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. ഈ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എങ്ങനെയാണ് നമുക്കുണ്ടാകുന്നത്? അത് ഈ ലോകത്തിലെ തേജസ്സുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല, നമുക്കറിയാം. അടുത്ത വാക്യത്തിൽ പറയാണ്, ഈ പരിജ്ഞാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങളുടെ സ്വന്തമായിട്ട് വന്നതല്ല. അത് പിന്നെ എങ്ങനെ വന്നതാണ്? ഈ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. സോ വാട്ട്സ് അൾട്ടിമേറ്റ്ലി ഗ്ലോറിയസ്, എന്താണ് ആത്യന്തികമായി മഹത്വമുള്ളത് എന്നുള്ളതിന്റെ പരിജ്ഞാനം. നിത്യതയിൽ എന്തിനാണ് തേജസ് ഉള്ളത് എന്നുള്ളതിന്റെ പരിജ്ഞാനം ഞങ്ങളുടെ സ്വന്തമായിട്ട് വന്നതല്ല, അതൊരു വലിയ പ്രകാശമാണ്. അപ്പോൾ നമ്മൾ ആ നീതിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, ജീവന്റെ പെർസ്പെക്റ്റീവിൽ, ജീവിതത്തിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, നമ്മുടെ അകത്തുള്ള ഇന്നർ സ്ട്രെങ്ത് വരുന്നത് ഈ തേജസ്സിന്റെ പരിജ്ഞാനത്തിൽ നിന്നാണ്. ആ തേജസ്സിന്റെ പരിജ്ഞാനം ഇരുട്ടിൽ ഇരിക്കുന്നവർക്കില്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തേജസ്സിന്റെ പരിജ്ഞാനമാണ്. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ജീവിക്കുന്ന പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്, കാഴ്ചപ്പാടെന്ന് പറയുന്നത് ലോകത്തിൽ ഇരുട്ടിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാകാത്ത ഒരു പെർസ്പെക്റ്റീവാണ്. ജോൺ സ്റ്റോട്ട് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട്, പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കോളേജൊക്കെ പഠിക്കുമ്പോൾ. അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി ഓഫേഴ്സ് എ കൗണ്ടർ കൾച്ചർ എന്നാണ്. അതായത് കൾച്ചർ എന്ത് പറയുന്നു, സംസ്കാരം എന്ന് പറയുന്നു, ഇരുട്ടിലിരിക്കുന്നവർ എന്ത് ചിന്തിക്കുന്നു, അതിന് നേരെ വിപരീതമായ ഒരു കൾച്ചർ. അതായത് അതൊരു എറ്റേണിറ്റി കൾച്ചറാണ്. നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ലോകത്തെ മുഴുവൻ കാണുമ്പോൾ ആ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ലൈഫിന്റെ പ്രധാന പ്രത്യേകത. അത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുന്നതല്ല, നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതല്ല, നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികളാൽ ദാനമായി ലഭിക്കുന്നതല്ല ഈ പരിജ്ഞാനം. ഇത് ദാനമത്രേ. അതാണ് 7ാം വാക്യത്തിൽ പറയുന്നത്. ഈ നിത്യതയെക്കുറിച്ചുള്ള, തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനം ദാനമത്രേ. അതാണ് ഇതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്യം. ഇറ്റ്സ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഫ്രം വിത്തിൻ അവേഴ്സെൽസ്, ഇറ്റ് കംസ് ഫ്രം ഔട്ട്സൈഡ്. എക്സ്ട്രാ നോസ്, വെളിയിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവം നമുക്ക് ദാനമായി തരുന്ന ഒരു തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ,
അപ്പോൾ ഇത് ഞങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്തത്? തകർന്ന പാത്രങ്ങളിൽ നിക്ഷേപിക്കുക ചെയ്തത്. അതായത് നമുക്ക് ഷെയിമായിട്ട് തോന്നിപ്പിക്കാവുന്ന, ലജ്ജാകരം എന്ന് തോന്നിപ്പിക്കാവുന്ന, മനുഷ്യരുടെ മുമ്പിൽ നിന്ദിതമായ പാത്രങ്ങളിൽ ഈ പ്രത്യാശയുടെ തേജസ്സിനെ നിറയ്ക്കുക എന്നുള്ളതാണ് ദൈവം ചെയ്ത പ്രവൃത്തി. കാരണം ഇതൊരു മനുഷ്യന്റെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന്. അപ്പോൾ ശരിക്കും നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നത്, വൾണറബിൾ ആയിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താ, ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണപ്പെടുന്നത് ഒരു ക്ഷീണമല്ല, നമ്മൾ അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഒരു ദൈവിക പരിജ്ഞാനത്തിന്റെ ശക്തി നമുക്കുണ്ട്. നമ്മുടെ ബലഹീനത വെളിയിൽ ഔട്ട്വേർഡ്ലി വി മേ ബി സീൻ ആസ് വീക്ക്, പക്ഷെ അകത്ത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഒരു മഹത്വം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൺപാത്രങ്ങളിൽ ഇതിരിക്കുന്നതുകൊണ്ട് മൺപാത്രങ്ങൾക്ക് വരുന്ന തട്ടും മുട്ടും ഒന്നും ഈ അകത്തെ വെളിച്ചത്തെ ബാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല എന്തിരിക്കുന്നത്, നമ്മുടെ അകത്തുള്ള തേജസ്സിന്റെ പ്രത്യാശ ഇരിക്കുന്നു, പരിജ്ഞാനം ഇരിക്കുന്നു. അതുകൊണ്ട് പുറമെ എന്ത് സംഭവിച്ചാലും ഇത് അകത്തുള്ള തേജസ്സിനെ ബാധിക്കുന്നില്ല. അതായത് നമ്മുടെ ജീവന്റെ ഒരു കാഴ്ചപ്പാടിനെയും ബാധിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, സ്നേഹിക്കുന്ന ഒരാൾ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച സ്നേഹം വേറൊന്നുമല്ല, ക്രിസ്തുവിലുള്ള സ്നേഹം. നമ്മൾ ഒരാളെ ദൈവം നമുക്ക് ഏൽപ്പിച്ചെന്ന് വിചാരിച്ചു, ആ ആൾക്ക് ദൈവം നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്, തിരിച്ചു കിട്ടുന്ന ഒരു നിർബന്ധമില്ല. കാരണം ഔട്ട്വേർഡ് സർക്കംസ്റ്റാൻസ് അവർ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ബലഹീനതയുള്ള ഒരു കളിമൺ പാത്രമാണ്. വി കനോട്ട് കമ്പൽ ദാറ്റ് യു ഷുഡ് റെസിപ്രോക്കേറ്റ് മൈ ലവ്. ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തു അങ്ങനെ ചെയ്തില്ല. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൽഷൻ പറ്റത്തില്ല. കാരണം വെൻ യു ലുക്ക് ഔട്ട് ഫ്രം ആൻ ഔട്ട്വേർഡ് പെർസ്പെക്റ്റീവ്, ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ക്രിസ്തു പരാജിതനായി ക്രൂശിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നു. അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ അത് ഉൾക്കാഴ്ച കണ്ട ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഹീസ് വിക്ടോറിയസ് ഓൺ ദ ക്രോസ് എന്നുള്ള കാര്യം. അത് ആകർഷിക്കപ്പെടണമെങ്കിൽ, അങ്ങോട്ട് ആകർഷിക്കപ്പെടണമെങ്കിൽ ഈ തേജസ്സിന്റെ പരിജ്ഞാനം, അത് ഈ ലോകത്തിന്റെ പരിജ്ഞാനം അല്ലാത്തൊരു പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കണം. ദൈവത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. നമ്മുടെ ദാനത്താലോ നമ്മുടെ സ്വന്തത്താലോ ജ്ഞാനത്താലോ കണക്കുകൂട്ടലിനാലോ പ്രസംഗം കേട്ടതുകൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ എക്സർസൈസ് കൊണ്ടോ ലഭിക്കില്ല. അത് ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ് ഈ തേജസ്സിന്റെ പ്രകാശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, പുറമേ നമ്മൾ വളരെ ബലഹീനരായി കാണപ്പെടുമ്പോഴും, വീണ് കിടക്കുന്നവരായി കാണപ്പെടുമ്പോഴും, പ്രയോജനമില്ലാത്തവരായി കാണപ്പെടുമ്പോഴും, മർത്യ ശരീരത്തിൽ ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി ആളുകൾ എണ്ണുമ്പോഴും, അപമാനിക്കപ്പെടുമ്പോഴും അകത്തുള്ള തേജസ്സിനെ തൊടാൻ കഴിയില്ല. കാരണം ഇറ്റ് കെയിം ഫ്രം എബവ്. ഈ പുറമേയുള്ള മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളതിനെ അത് ബാധിക്കുന്നില്ല. അതായത് നമ്മളെ ബാധിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു കാര്യം, നമുക്കൊരു ക്ലെയിമും ഇല്ലാത്ത ഒരു കാര്യം, നമുക്കൊരു അവകാശവും ഉന്നയിക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ അകത്ത് കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു. ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു അവർസെൽസ്. നമുക്ക് അല്ലാത്ത ഒന്ന്, അതിനാണ് നമ്മൾ ദാനം എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്യുവർ ഗിഫ്റ്റ്. വി ആർ നോട്ട് കോൺട്രിബ്യൂട്ടഡ് എനിത്തിങ്. അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കൃപാദാനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് അവൻ മൺപാത്രങ്ങളിൽ ഇത് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 13-ാം വാക്യം പറയാണ്, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 11-ാം വാക്യത്തിൽ, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ദാറ്റ് മീൻസ് എൻ്റെ ഒരു പവർ അതിനകത്തില്ല. ഞാൻ ഇവിടെ ജീവിക്കുന്ന ജീവിതം പോലും അല്ല അത്. ഇറ്റ്സ് ടോട്ടലി കംപ്ലീറ്റ്ലി എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4-ാം അധ്യായം തീരുമ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഈ തേജസ്സിന്റെ പ്രത്യാശ, അല്ലെങ്കിൽ തേജസ്സിന്റെ പരിജ്ഞാനം, ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം എങ്ങനെയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയത്? 16-ാം വാക്യം ഈ ഒരു ലൈഫിന്റെ റിസൾട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്, അതിന്റെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലൈഫിലേക്ക് എന്നെ നയിച്ച കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മോട്ടീവിനെ കുറിച്ചും പറയുന്നുണ്ട്, റിസൾട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. 17-18 വാക്യങ്ങൾ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പൊ ഈ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ നാളെ കർത്താവ് വരുമ്പം പോകണം, അല്ലെ? അതല്ലേ നമ്മൾ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ പൊതുവെയുള്ള ഒന്നാമത്തെ അർത്ഥം നമ്മൾ കാണുന്നത്. എന്നാൽ അത് നാളെ കർത്താവ് വരാൻ പോകുന്നതിനെ നോക്കിയിരിക്കുന്ന, കാണാത്തതിനെ നോക്കിയിരിക്കുന്ന മാത്രമല്ല.
ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ കാണാത്ത ചില കാര്യങ്ങളുണ്ട്, നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റാത്ത. ഇത്തിരി നമ്മൾ വചനത്തിൽ കേട്ട പോലെ, ബ്രദർ സംസാരിച്ചപ്പം, അജേഷ് ബ്രദർ പറഞ്ഞ പോലെ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ നീതി നിറവേറുന്ന നിത്യതയുടെ പെർസ്പെക്റ്റീവ് നമുക്ക് ഇവിടെ ജീവിക്കാൻ കാണാത്തതിനെ നോക്കി ജീവിക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളെ നമ്മൾ ഇന്ന് കാണുമ്പോൾ അവർ ബലഹീനരായി കണ്ടാലും, എനിക്ക് നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ ആളെ ദൈവം എനിക്ക് ഏൽപ്പിച്ചതാണെങ്കിൽ നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ ആളെ എനിക്ക് നോക്കാൻ പറ്റും. അതുപോലെ എൻ്റെ ഒരു സാഹചര്യം എത്ര മോശമാണെന്ന് കണ്ടാലും നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ ആ സാഹചര്യത്തെ നോക്കാൻ പറ്റും. എല്ലാ അവസരങ്ങളിലും കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്നതല്ല റിയൽ. ഇപ്പൊ ഒരാളെ നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു അത് റിയൽ അല്ല. ദൈവത്തിന്റെ കണ്ണിൽ ആ ആളെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇന്നുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, എല്ലാറ്റിനെയും നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, നമ്മുടെ സാഹചര്യങ്ങളെ, അങ്ങനെ എല്ലാറ്റിനെയും നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ഒരു തത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ് കിടന്നാലും നിരാശപ്പെടുന്നില്ല, നശിച്ചു പോകുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിൽ നിരാശപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബുദ്ധിമുട്ടിനെയും ഈ വീണ് കിടക്കുന്നതിനെയും അല്ലെ അപമാനങ്ങളെയും എല്ലാം പൗലോസ് കാണുന്നത് ഇതിനെല്ലാം നിത്യതയുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു നിത്യതയുടെ ഒരു കാഴ്ചപ്പാട് ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ സാഹചര്യങ്ങളെയും നിത്യതയുടെ കാഴ്ചപ്പാടിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. നമ്മൾ പരിശീലിക്കപ്പെടുകയും നോക്കുകയും ചെയ്യുന്ന സാന്റിഫിക്കേഷന്റെ ഭാഗമാണ്. ടു സീ എവറിത്തിങ് ആൻഡ് എവ്രി വൺ ഇൻ ആൻ എറ്റേണിറ്റി പെർസ്പെക്റ്റീവ്. എല്ലാറ്റിനെയും എല്ലാവരെയും നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത്, അത് കർത്താവ് വരുന്നതിനുള്ള കാത്തിരിപ്പ് അതിനകത്തുണ്ട്, അതില്ലെന്നല്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിത അവസ്ഥകളിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓൾറെഡി നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ആ നിത്യതയുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട് ആകുന്നത്. അപ്പൊ എല്ലാറ്റിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾ നമുക്ക് എതിരായി വന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എറ്റേണിറ്റി പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്നെ പണിയുന്ന കർത്താവിന്റെ ഒരു കൈയുണ്ട്, എന്നെ തേജസ്സിന്റെ പരിജ്ഞാനം എനിക്ക് തരുന്നു. യഥാർത്ഥ തേജസ് എന്താണെന്ന്, അകത്ത് നിക്ഷേപിക്കപ്പെട്ട ആ തേജസ് എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ആ പരിജ്ഞാനത്തിന്റെ ഒരു തലം അതിനകത്തുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും വി സീ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്, വി സീ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ കരം എല്ലാ സാഹചര്യങ്ങളിലും കാണാൻ പറ്റുന്നു. അത് എന്തുകൊണ്ട് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നിൽ നടത്തുന്ന ഒരു പണി, എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പണി എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ് ആ തേജസ്സിന്റെ പരിജ്ഞാനം. ഓക്കെ, ദൈവം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പണിതുകൊണ്ടിരിക്കുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ അറിയുന്നത്, ഓക്കെ, എന്നോട് സംസാരിക്കുന്ന വാക്കുകൾ, വചനങ്ങൾ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ഇതെല്ലാം ഒന്നും മോശമല്ല, ഒന്നും ദൈവം അനുവദിക്കാത്തതല്ല. ഒന്നിനെയും നമ്മൾ മോശമായി വിധിക്കണ്ട. കാരണം അതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന പാഠങ്ങളാണ്. തേജസ്സിന്റെ പരിജ്ഞാനം നമുക്ക് തരാൻ വേണ്ടി ദൈവം മുന്നൊരുക്കിയതാണ്. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചകൾ വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്, വേറൊരാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്തത്. എന്താ നിങ്ങൾ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആയത് ഞങ്ങൾ കാണുന്ന കാഴ്ച നിങ്ങൾ കാണുന്ന കാഴ്ച അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കെന്താ ഒരു വിവരവും ഇല്ലേ? തൽക്കാലം വിവരത്തെക്കാളും പ്രധാനം നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് തേജസ്സിന്റെ പരിജ്ഞാനമാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന തേജസ്സിന്റെ പരിജ്ഞാനമാണ്. അതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ ആരെ തൂക്കി നോക്കിയാൽ അവരെല്ലാം പാപികളായിട്ടേ നോക്കും. പക്ഷെ വേറൊരു കാഴ്ചയുണ്ട്, ദൈവത്തിന്റെ ഒരു കാഴ്ച. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു? അവന്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും തേജസ്സിന്റെ പരിജ്ഞാനം ഉണ്ടാകേണ്ടതിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ എറ്റേണിറ്റി പെർസ്പെക്റ്റീവില് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നീതി എന്താണെന്ന് നിർവചിക്കാൻ നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. ഇത് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വായിച്ചതാണ്. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാവരും കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വാക്യമാണ് ഗലാത്യർ 5:22. നമുക്ക് ആ ഭാഗത്ത് നീതി എങ്ങനെയാണ്, ഈ എറ്റേണിറ്റി പെർസ്പെക്റ്റീവ്, അതായത് കർത്താവിന്റെ നീതി. എനിക്ക് വളരെ സന്തോഷമുണ്ട് അജേഷ് ബ്രദർ ഇന്നത് ക്ലാരിഫൈ ചെയ്തതിൽ. അതുകൊണ്ട് എൻ്റെ പണി വളരെ എളുപ്പമായി. ഈ റൈച്ചസ്നെസ് എങ്ങനെയാണ്, അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഓരോന്നോരോന്ന് മുൻകരുതുന്നു എന്ന് പറയാനുള്ളൊരു കാരണം. ഈ റൈച്ചസ്നെസ് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്? നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ 16-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവിടെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്ന് പറയുന്നുണ്ട്. 18-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. താഴോട്ട് വരുമ്പോൾ
അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികൾ തൽക്കാലം വിടാം, ആത്മാവിന്റെ പ്രവൃത്തികളിലേക്ക് വരാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് എറ്റേണിറ്റി പെർസ്പെക്റ്റീവിൽ നോക്കി ഞാൻ ഈ ഇത്രയും 9 കാര്യങ്ങൾ ലുക്ക് അറ്റ് ആൻ എറ്റേണിറ്റി പെർസ്പെക്റ്റീവ്. സ്നേഹം. എങ്ങനെയാണ് നിത്യമായ കാഴ്ചപ്പാടിൽ ഒരാളെ സ്നേഹിക്കാൻ പറ്റും? സാമ്പത്തികമായിട്ട് നോക്കിയാൽ കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള സമ്പത്ത് വിറ്റ് ആർക്ക് കൊടുക്കുക? സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കോ സമ്പത്ത് വെച്ച്, അനീതിയുള്ള മാമോനെയും കൊണ്ട്. കാരണം എന്താ? നിത്യ കൂടാരത്തിൽ അവർ നമ്മളെ ചേർത്ത് കൊള്ളും. അപ്പൊ അവിടെയും എറ്റേണിറ്റി പെർസ്പെക്റ്റീവ്. പൈസ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? നിത്യതയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. എല്ലാ കാഴ്ചപ്പാടുകളും നമ്മൾ ചുറ്റുമുള്ള ആളുകളെ കാണുമ്പോൾ നിത്യതയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. സ്നേഹം എന്ന് പറയുമ്പോൾ ഉടൻ ആലോചിക്കേണ്ടത് എറ്റേണിറ്റിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നിത്യതയിൽ ഒന്ന് കണ്ടു നോക്കി. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവരെ നിത്യതയിലെ കാഴ്ചപ്പാടിൽ നോക്കി നോക്കി. ഇവരെല്ലാം യേശുക്രിസ്തുവിന്റെ തേജസ് പ്രാപിച്ച് എന്നെ പോലെ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടവർ എന്ന് ആ ഒരു കാഴ്ചയോടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കി നമുക്ക് ആരെയും വിധിക്കാനോ കുറ്റം പറയാനോ അവരുടെ ദോഷങ്ങൾ സങ്കല്പിക്കാനോ നമുക്ക് കഴിയില്ല. കാരണം നമ്മളെല്ലാം കർത്താവ് പണിയുന്ന മൺപാത്രങ്ങളാണ്. അപ്പൊ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രതിഫലം അവിടെയാണ്. നമ്മൾ ഇവിടെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലം ഇവിടെ അല്ല, ഇവിടെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലം നിത്യതയിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വിത്ത് വിതയ്ക്കുന്നത് നിത്യതയുടെ പെർസ്പെക്റ്റീവിലാണ്. ഒരാളോടുള്ള നമ്മുടെ വ്യവഹാരം നിത്യതയുടെ പെർസ്പെക്റ്റീവ്. അപ്പൊ എല്ലാം നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ കടന്നു വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരു നീതി അല്ല, അത് നമ്മുടെ കാഴ്ചകളുടെ പ്രത്യേകതകൾ കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്നതാണ്. അത് തേജസ്സിന്റെ പരിജ്ഞാനമാണ്. തേജസ് നമുക്ക് തരുന്ന ഒരു പരിജ്ഞാനം, ജീവിക്കാനുള്ള പരിജ്ഞാനം. ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മളിലേക്ക് തരുന്ന തേജസ്സിന്റെ പരിജ്ഞാനം. ഓക്കെ, സ്നേഹത്തെക്കുറിച്ച് മാത്രമല്ല, സന്തോഷത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? ആത്മാവിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതല്ല. ആത്മാവിന്റെ സന്തോഷം അദൃശ്യമായതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഫോർ ജോയ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ തിങ്സ് അറൗണ്ട് us. ചില സമയത്ത് നമ്മൾ വളരെ ഉലഞ്ഞു പോകുന്നു. ഞാൻ വളരെ നെർവസ്ലി പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാൾ. എനിക്ക് ഈ എന്താ പറയുന്നത്, ഞാൻ വലിയ ദുഃഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ്. ബിക്കോസ് അത് നല്ല കാര്യമല്ലെന്ന് എനിക്കറിയാം, അതിൻ്റെ ഒരു ബലഹീനതയാണ്. ഇപ്പൊ ദുഃഖകരമായ ഒരു വാർത്ത ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ശരിയാണ്, ഓക്കെ, സമ്മതിച്ചു, കർത്താവേ സ്തോത്രം, പിന്നെ അങ്ങോട്ട് നോക്കില്ല. കാരണം ഐ കനോട്ട് സ്റ്റാൻഡ് ദ പെയിൻ ഓഫ് ദാറ്റ്. ഇപ്പോൾ വളരെ ബലഹീനമായ ഒരു എക്സ്റ്റീരിയറാണ് എനിക്കുള്ളത്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് വളരെ വേഗം ഉലഞ്ഞു പോകാം എനിക്ക്. പക്ഷെ എപ്പോഴും ആ ഒരു ആന്തരികമായി ദൈവം തരുന്ന ഒരു ജോയ് ഉണ്ട്. ആ ജോയ് ആണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. ആ ജോയ് ഇവിടെ ഉള്ള എന്തെങ്കിലും നന്നാവുന്നുള്ളത് കൊണ്ടൊന്നുമല്ല, ഇവിടെ നാളെ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് പോലും അല്ല, ഇവിടെ ഞാൻ ആരെങ്കിലും ആവുന്നോ ജീവിച്ചിരിക്കുമെന്നോ ഉള്ളത് കൊണ്ട് പോലും അല്ല. ആ ആനന്ദം എന്ന് പറയുന്നത് കർത്താവ് ഒരിക്കലും എന്നെ പിരിയുകയില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് ആൻ എറ്റേണൽ പെർസ്പെക്റ്റീവ്. അവിടെയാണ് നമ്മൾ ആനന്ദം കണ്ടുപിടിക്കുന്നത്. ഈ ആനന്ദം ആത്മാവിന് മാത്രം തരാൻ പറ്റുന്ന പരിജ്ഞാനമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും നാളെ ആരുണ്ടാവും? നമ്മൾ എവിടെ ആയിരിക്കും? നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കുമോ? നമ്മൾ നാളെ പ്രസംഗിക്കുമോ? ഇതൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ആനന്ദം എവിടെ ആശ്രയിച്ചിരിക്കുന്നു? എന്തിനു നോക്കിയിരിക്കുന്നു? നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് അനുകൂലമാണോ എതിരാണോ അവർ അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഇതിലൊന്നും അല്ല. അതിനപ്പുറത്ത് ദൈവികമായ ഒരു ആനന്ദം, അവൻ നമ്മെ ഒരിക്കലും പിരിയില്ലെന്നും അവൻ്റെ കൂടെ തേജസ്സിൽ ഞാൻ സ്വർഗത്തിൽ ഇരിക്കുമെന്നും അത് ഓൾറെഡി അങ്ങോട്ട് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതൊരു തേജസ്സിന്റെ ഇൻഫർമേഷൻ ആയിട്ടല്ല, തേജസ്സിന്റെ പരിജ്ഞാനമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഇൻഫർമേഷൻ വരുന്നതും പരിജ്ഞാനം വരുന്നതും 2 തരത്തിലാണ്. അപ്പൊ എൻ്റെ ആനന്ദം മുഴുവൻ, നേച്ചർ മുഴുവൻ മാറി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിലും ആനന്ദത്തോടെ ചെയ്യാം. കാരണം എൻ്റെ ആനന്ദം അവൻ എന്നെ നോക്കി ചിരിക്കുന്നുള്ളതല്ല, എൻ്റെ ആനന്ദം എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ഒരിക്കലും പിരിയില്ല എന്നുള്ളതാണ്. ആ ആനന്ദത്താൽ നമ്മൾ ഡ്രൈവ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ലൈഫിന്റെ പെർസ്പെക്റ്റീവ്സ് എല്ലാം മാറും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ എറ്റേണിറ്റി പെർസ്പെക്റ്റീവ് കടന്നു വരിക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്സിലും, എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ നേരിടുന്നതിലും, ആളുകളെ മീറ്റ് ചെയ്യുന്നതിലും എല്ലായിടത്തും
we see everything in that eternal perspective. ഓക്കെ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ഓക്കെ, അടുത്ത് സമാധാനം. നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല അല്ലേ? നേരത്തെ നമുക്ക് മനുഷ്യരായിട്ട് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാഞ്ഞു നടക്കുമായിരുന്നു. എവിടെയെങ്കിലും മനുഷ്യരായിട്ട് സമാധാനം കുറഞ്ഞാൽ നമുക്ക് അസമാധാനം. അവൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാതെ പോയില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെൻ്റെ ഉള്ളിൽ ചിന്തിക്കും. എന്തെങ്കിലും പിണങ്ങിക്കാണും, ഞാൻ അത്രയും പറയണ്ടായിരുന്നു, ആൾക്കാരെന്ത് വിചാരിച്ച് കാണും, അവൻ എന്ത് വിചാരിച്ച് കാണും. എല്ലാ സത്യവും തുറന്നു പറയരുത്, പറഞ്ഞ് ചിലപ്പം പിണങ്ങി കാണുമായിരിക്കും, മോശമായിപ്പോയി, വേണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യരായിട്ട് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാഞ്ഞു നടക്കുമായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായി, ഇത് എത്ര സമാധാനം ഉണ്ടാക്കിയാലും വാളെ നമ്മുടെ പുറകെ വരുള്ളൂ എന്നുള്ള കാര്യം. മനസ്സിലായിട്ടുണ്ടോ? അത് വാളെ പുറകെ വരുള്ളൂ. നമ്മൾ എത്ര പക്ഷെ സമാധാനം ഉണ്ടാക്കേണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിച്ചാലും നമ്മുടെ യഥാർത്ഥ സമാധാനം അവിടെ നിന്നല്ല എന്നുള്ളതാണ്. വി ട്രൈ ടു ഒബ്സർവ് പീസ് വിത്ത് എവ്രി വൺ, ബട്ട് ദാറ്റ്സ് നോട്ട് അവർ പീസ്. എന്റെ സമാധാനം എന്ന് പറയുന്നത് മറ്റുള്ളവരാൾ തരുന്നതല്ല. എന്റെ സമാധാനം കർത്താവ് എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരായിട്ട് സമാധാനം ഉണ്ടാക്കാൻ പോകുന്നത്. ഐ എം ഡിസ്ട്രിബ്യൂട്ടിങ് ഫ്രം വേർ ഐ ഹാവ് ഗോട്ട്. ഞാൻ എവിടെന്നെങ്കിലും സമാധാനം സംഘടിപ്പിക്കാൻ പോവുകയല്ല. ആ സമാധാനം ദൈവം എൻ്റെ ഹൃദയങ്ങളിൽ തേജസ്സിന്റെ പരിജ്ഞാനമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഏത് മനുഷ്യനോടും സമാധാനം ആചരിക്കാൻ പറ്റുന്നത്. ഒബ്സർവ് പീസ് എന്നാണ്, സമാധാനം ആചരിക്കുക. എവിടെ നിന്ന് കിട്ടിയത്? ദാറ്റ് കംസ് ഫ്രം ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പം വേറൊരാൾ ഞാൻ സമാധാനം പ്രൈസ് ദി ലോർഡ് എന്ന് ക്ഷയിക്കാൻ വരുമ്പോൾ അവൻ തട്ടിയിട്ട് പോയി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്നില്ല. വീണ്ടും അവൻ്റെ പുറകെ പോകാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. കാരണം അത് എൻ്റെ സമാധാനം ആന്തരികമാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഹൗ ദ അതർ പേഴ്സൺ ബിഹേവ്സ്. ഇതെല്ലാം നിത്യതയിൽ കർത്താവ് എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തേജസ്സിന്റെ പരിജ്ഞാനമാണ്. അപ്പൊ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവൻ നമുക്ക് തന്ന ധനത്തിന്റെ, കൃപാധനത്തിന്റെ ഉപയോഗം, ആ കൃപാധനത്തിന്റെ യൂട്ടിലൈസേഷൻ, അതിന്റെ എക്സ്ചേഞ്ച്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീർഘക്ഷമ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ദീർഘക്ഷമ എറ്റേണിറ്റി പെർസ്പെക്റ്റീവിലല്ല. കുറെ നാള് സഹിച്ചാൽ എല്ലാം ശരിയാവും എന്നുള്ള ഒരു ചിന്തയില്ല, അല്ലെ? നമ്മൾ കുറെ ഒന്ന് താണു കൊടുത്താൽ എല്ലാം ശരിയാവും. നമ്മൾ കുറച്ച് നാളത്തേക്ക് എല്ലാം നാളെ ശരിയാവും ബ്രദറെ, അതല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആശ്വാസം. 2 വർഷം കഴിയുമ്പോഴേക്കും എല്ലാം നോർമൽ ആവും. ഒന്നും ആവണം നിർബന്ധമൊന്നുമില്ല. നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ദീർഘക്ഷമയെ കണ്ട മരിക്കുന്നവരെ ദീർഘക്ഷമ കാണിക്കേണ്ടി വരും. 4 ദിവസമോ 6 വർഷമോ കഴിയുമ്പോൾ ഒരു വിക്ടറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. പാപത്തിന്മേലുള്ള വിക്ടറി അല്ല. ഈ ലോകത്തിൽ നമ്മൾ ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിക്ടറി കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അത് ജീവിതാവസാനം വരെയുള്ള ഒരു ദീർഘക്ഷമയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാം. അപ്പൊ ദീർഘക്ഷമ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനപ്പുറത്ത് കർത്താവ് എനിക്കൊരു റിവാർഡ് വെച്ചിട്ടുണ്ടെന്നും എൻ്റെ ജീവിതം എൻ്റെ അല്ല, അത് ക്രിസ്തു എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദീർഘക്ഷമ കർത്താവ് എന്നോട് കാണിക്കുന്ന ദീർഘക്ഷമ തന്നെയാണ്. അപ്പൊ എൻ്റെ ക്യാരക്ടറിനെ മുഴുവൻ മാറ്റുന്നത്, എൻ്റെ സ്വഭാവത്തെ മുഴുവൻ മാറ്റുന്നത്, എൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റുന്നത് കർത്താവ് എനിക്ക് തന്ന നിത്യമായ തേജസ്സിന്റെ ആ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ കാണാത്തതിനെ എല്ലാറ്റിലും ആ കാണാത്തതിനെ നോക്കിക്കും. നമ്മൾ പുറമേ കാണുന്ന പെരിഫറലായിട്ട് കാണുന്ന കാഴ്ചയെല്ലാം അതിനപ്പുറത്ത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാണാത്ത തലങ്ങളിലേക്ക് നോക്കിയാൽ ഈ ഒരു പരിജ്ഞാനം നമുക്കുണ്ടാവും. ആ തേജസ്സിന്റെ പരിജ്ഞാനം ഈ ലോകത്തിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല. അത് ദൈവം പ്രകാശിപ്പിച്ച കണ്ണുകൾക്ക് മാത്രമേ ആ തേജസ്സിന്റെ പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിയേ, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം. പരോപകാരമാണ് ഏറ്റവും വലിയൊരു. കാരണം നമ്മൾ പലരും പറയാം, ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യരുത് എന്ന് പറയാറുണ്ട്. കാരണം ചെയ്തു കഴിഞ്ഞാൽ ശത്രു ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആർക്കെങ്കിലും ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് അവർ വരാറില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, അവിടെയും കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കാൻ വേണ്ടി. ഇവിടെ ആളുകൾ നമ്മളെ വഞ്ചിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് സ്വർഗത്തിലായതുകൊണ്ട് എൻ്റെ പ്രൈമറി കടമ വേറൊരാളെ നന്നാക്കുക എന്നുള്ളതല്ല, എൻ്റെ പ്രൈമറി കടമ എന്നെ വിശദീകരിക്കുക എന്നുള്ളതാണ്. പണ്ട് ഞാനൊരു അപ്പച്ചൻ്റെ കാര്യം പറയുമായിരുന്നല്ലോ. അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചെന്ന് പറയുന്നതിനേക്കാളും നല്ലത് കർത്താവ് അദ്ദേഹത്തിലൂടെ എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഒരു സ്ക്വയറിന് 4 കോർണറുകളുണ്ട്. ഇത് ഏങ്കോണിച്ചിരിക്കാന്ന് വിചാരിച്ചോ, ആംഗിൾ ഡിസ്റപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് ഇങ്ങനെ അടിച്ച് പരത്തി വെച്ചെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാ ആംഗിളും മാറിപ്പോയി, അല്ലെ? ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ശരിയായാൽ എല്ലാ ആംഗിളും ശരിയാവും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി.
ഒരു കോൺ ശരിയാക്കിയാൽ ആ റെക്ടാങ്കിളിന്റെ എല്ലാ കോണും ശരിയാവും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നാം എല്ലാവരും വിശദീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? അവന്റെ കോൺ സ്റ്റഡിയാക്കി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനിലുള്ള എല്ലാവരും ശരിയായി. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ശരിയാവുക എന്നുള്ളതാണ് ഇതിനകത്ത് അൾട്ടിമേറ്റ് കാര്യം. അത് പരോപകാരത്തിന്റെ കാര്യത്തിലായാലും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങ് ശരിയായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ദൈവം ശരിയാക്കിക്കോളും. ഇനി ദൈവം എത്ര നാൾ കഴിഞ്ഞ് ശരിയാക്കിക്കോളും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല. ബിക്കോസ് വി ഹാവ് അബാൻഡൻഡ് അവേഴ്സെൽസ് ഇൻ ടു ഹിസ് ഹാൻഡ്സ്. ഇത് നമുക്ക് തരുന്ന ഒരു നീതിയുണ്ട്, അത് ലോകത്തിന് ഒരിക്കലും തരാൻ പറ്റത്തില്ല. അത് നമുക്ക് ലോകത്തിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇരുട്ടിലിരിക്കുന്നവർക്ക് ആ വെളിച്ചം ദൈവം പ്രകാശിപ്പിക്കാതെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ആ നിത്യതയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിനെ, നമ്മുടെ രാജ്യത്തെ, രാഷ്ട്രീയത്തെ, നമ്മുടെ അടുത്തുള്ള ആളുകളെ എല്ലാം കാണുമ്പോൾ ആ നിത്യത നമുക്കൊരു കാഴ്ചപ്പാടായിട്ട് മാറുക. നമ്മൾ നാളെ വരാനിരിക്കുന്ന രാജ്യത്തെ കാത്തിരിക്കുക മാത്രമല്ല, അതേ സമയത്ത് ആ രാജ്യത്തിൽ ഇന്നും ആ രാജ്യത്തിന്റെ അധികാരത്തോടെ ജീവിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് എന്താ താഴെ പറയുന്ന അറിയാമോ? ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ എല്ലാ പെർസ്പെക്റ്റീവ്സോടും കൂടെ, പറയുന്ന എല്ലാ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. When the flesh is crucified, everything that comes out of the flesh is crucified. ആ ജഡത്തിൽ നിന്ന് വരുന്ന എല്ലാം, അതിന്റെ മോഹങ്ങൾ, അത് ഈ ലോകത്തോടാണ്. അതിന്റെ രാഗം, മോഹം, ഇതെല്ലാം ഈ ലോകത്തോടും ഇവിടെയുള്ള ഗ്ലോറിയോടുമാണ്. ഇവിടെയുള്ള മോഹമുള്ള ഒരു ജഡത്തെ ക്രൂശിച്ചിട്ട് ഞാൻ നോക്കുന്നത് തേജസിന്റെ പരിജ്ഞാനത്തിലേക്കാണ്, ക്രിസ്തുവിന്റെ തേജസിന്റെ നിത്യ പരിജ്ഞാനത്തിലേക്കാണ്. അപ്പൊ കർത്താവിന് വേണ്ടിയുള്ള യഥാർത്ഥ കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രസന്റ് ആകാനുള്ള, ക്രിസ്തു എങ്ങനെ ആയിരിക്കുമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പ്രവേശിക്കാനാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇത് ചിന്തിക്കുന്നത്, പ്രത്യാശ ഇല്ലാത്ത ഒരാൾക്കും വിശുദ്ധീകരണത്തിലേക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം തേജസിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അവന്റെ നാമത്തിലുള്ള വിശുദ്ധീകരണം, കർത്താവിന്റെ ക്യാരക്ടറിന്റെ ഒരു പങ്കെടുക്കാൻ നമുക്ക് കഴിയില്ല. സോ അവർ ഒബീഡിയൻസ് ഈസ് എ റിസൾട്ട് ഓഫ് അവർ പെർസ്പെക്റ്റീവൽ ചേഞ്ച്. നമ്മൾ എന്തുകൊണ്ട് അനുസരിക്കുന്നു വെച്ചാൽ, എന്തുകൊണ്ട് സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് പരോപകാരം ചെയ്യുന്നു, എന്തുകൊണ്ട് ക്ഷമിക്കുന്നു, എന്തുകൊണ്ട് സന്തോഷിക്കുന്നു, ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിനകത്തൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പെർസ്പെക്റ്റീവ് മാറിപ്പോയി. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാത്തതിലേക്കാണ്. ആ കാണാത്തതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന ആ നിക്ഷേപമാണ് ആ വിശ്വാസത്തിലൂടെയുള്ള ആ മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. കാണാത്തതെല്ലാം വിശ്വാസത്താലാണ്, കാണുന്നതെല്ലാം കാഴ്ചയാലും. അപ്പൊ നമ്മുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് കാണാത്ത ലോകത്തെ തേജസിന്റെ പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ടാണ്. ഇത് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം, 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരെ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി കണ്ടോ, ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ, ആ തേജസ്സിന്റെ കാഴ്ചപ്പാടിൽ, പ്രത്യാശയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കർത്താവിന്റെ കൂടെ പോകുമ്പോൾ പതുക്കെ അവന്റെ നേച്ചർ നമ്മളിലേക്ക് വരും. അവന്റെ ആ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. നമ്മൾ രൂപാന്തരപ്പെടും, സ്വഭാവത്തിലും നമ്മുടെ കാഴ്ചപ്പാടുകളിലും അവസാനം നമ്മുടെ ശരീരത്തിലും. ആ രൂപാന്തരം അനുഭവിക്കാൻ നമുക്ക് കഴിയും. സോ വി ആർ പീപ്പിൾ ലിവിങ് ഹിയർ വിത്ത് എറ്റേണിറ്റി ഇൻ അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയങ്ങളിൽ നിത്യത നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. നിത്യത കൊണ്ട് നമ്മളെ കർത്താവ് പിടിച്ചിരിക്കുന്നു. നിത്യത കൊണ്ട് നമ്മളെ കർത്താവ് ബന്ധിച്ചിരിക്കുന്നു. വി ആർ പ്ലേസ്ഡ് ദെയർ ഇൻ ഇറ്റേണിറ്റി ആസ് എ ഗിഫ്റ്റ് ഫ്രം ഹിം. അവനിൽ നിന്നുള്ളൊരു ദാനമായിട്ട് നമുക്ക് നിത്യതയുടെ പരിജ്ഞാനം, തേജസ്സിന്റെ പരിജ്ഞാനം യാതൊരു ബലവുമില്ലാത്ത നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുന്നു. ഈ വാക്യങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.